NK പ്രേമചന്ദ്രൻ, താങ്കൾ ഈ വിവാദത്തിന് നൽകിയ മറുപടിയിൽ ഇന്ന് പ്രധാനമായും പറയുന്നത് താൻ RSPയിൽ തുടരും എന്നാണ്. അപ്പോൾ അത്രയും ഗ്രാവിറ്റി ഈ വിഷയത്തിനുണ്ടോ? ഒരിക്കലുമല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യവും സമാന സ്വഭാവത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചപ്പോൾ ഇതേ വാചകം തന്നെയാണ് 2019 ജനുവരി മാസം 17-ാം തീയതി ഞാൻ തന്നെ ലൈവ് ഫേസ്ബുക്ക് പോയി വിശദീകരിക്കേണ്ടതായിട്ടൊന്നും. അത്രത്തോളമുള്ള കടന്നാക്രമണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം, ഉത്തരവാദപ്പെട്ട എളമരം കരീമിനെ പോലെയുള്ള പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, LDFിൻ്റെ കൺവീനർ, CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ധനമന്ത്രിയുമായിട്ടുള്ള KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഗൗരവതരമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ പ്രതികരിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ ഐഡൻറ്റിറ്റി, രാഷ്ട്രീയ നിലപാട് ദൃഢീകരിച്ച് പ്രകടമാക്കാൻ നിർബന്ധിതമായത്. അല്ല, പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതേവരെ നിഷേധിച്ചില്ല എന്ന നിലപാട് സ്വീകരിക്കും. അതുകൊണ്ട് അവർ പറഞ്ഞതും സോഷ്യൽ മീഡിയയിലെ ക്യാമ്പയിൻ എന്നാണ്. ഒരു മുന്നണി മാറ്റുന്നതിന് ഒരു കാലതാമസവും ഉണ്ടായില്ല എന്ന ആക്ഷേപം വന്നപ്പോൾ മുന്നണി മാറിയത് ഞാനല്ല, പാർട്ടിയാണ്. RSPയുടെ നയപരവും സംഘടനാപരവുമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, നികേഷിനൊക്കെ നല്ലതുപോലെ അറിയാം, 2014 അത്തരം ഒരു മുന്നണി മാറ്റത്തിനിടയായത്. പാർട്ടി ഒന്നാകെ എടുത്ത തീരുമാനത്തോടൊപ്പം നിന്നുകൊണ്ടാണ് മുന്നണി മാറ്റത്തിൻ്റെ ഭാഗമായി ഞാൻ മാറിയത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. 1988 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മുതൽ ഇതുവരെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥിയായി അതേ ചിഹ്നത്തിൽ മത്സരിക്കാൻ അവസരം ലഭിച്ച് അതിൽ അടിയുറച്ച് നിന്ന് അവസാന ശ്വാസം വരെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ മതേതര ജനാധിപത്യ രാഷ്ട്രീയം, അതുപോലെ എൻ്റെ ജീവിതത്തിലും എൻ്റെ രക്തത്തിലും അലിഞ്ഞു ചേർന്നിട്ടുള്ളത് ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനപക്ഷ രാഷ്ട്രീയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ജനപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം വർഗരാഷ്ട്രീയത്തോടൊപ്പം അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ പാർലമെൻറ്റ് അംഗമാണെങ്കിലും അല്ലെങ്കിലും പ്രവർത്തിക്കും. അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ആ എന്നെക്കുറിച്ച് CPMൻ്റെ കേന്ദ്ര നേതാക്കൾ പോലും വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള വില കുറഞ്ഞ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് പ്രതികരിക്കുകയും ദൃഢീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ അത് വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനം വ്യക്തമാണ്. NK പ്രേമചന്ദ്രൻ, നോക്കൂ, താങ്കൾ തന്നെ പറഞ്ഞത് പാർലമെന്റിൽ മികവ് പുലർത്തിയവരെയാണ് ക്ഷണിച്ചത് എന്നാണ്. ഇന്ത്യ മുന്നണിയിൽ നിന്ന് മറ്റാരുമില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാന വിഷയമായി കോൺഗ്രസിനെ നോക്കി CPM ഉയർത്തി കാണിക്കുന്നത്. ഇപ്പോൾ ക്ഷണിച്ചവരെ ആരൊക്കെയാണ്? BJP MP-മാരുണ്ട്, TDP, BJD, BSP. ഈ 3 പാർട്ടികളുടെ പ്രത്യേകത എന്താണ്? ഈ 3 പാർട്ടികളും വേലിപ്പുറത്ത് നിൽക്കുന്ന പാർട്ടികളാണ്. അവിടെ എങ്ങനെയാണ് NK പ്രേമചന്ദ്രനും RSPയും എത്തുന്നത്? ഇല്ല, അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പാർലമെൻറ്റിൽ കാര്യമായ നിലയിൽ പെർഫോം ചെയ്യുന്നവരാണ് മിക്കവാറും ആ അല്ലെങ്കിൽ ആ ഒരു ലഞ്ചിന് അദ്ദേഹം ക്ഷണിച്ചതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതാണ് മാനദണ്ഡം എനിക്കറിയില്ല. പ്രധാനമന്ത്രി വിളിച്ചതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നതിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് വ്യക്തമാക്കേണ്ടത്. എന്നെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. ഞാൻ പറഞ്ഞത് പാർലമെൻറ്റിൻ്റെ സമ്മേളനം അവസാനിക്കുന്ന ദിവസം പാർലമെൻറ്റ് മന്ദിരത്തിൽ ക്യാൻറ്റീനിൽ പരസ്യമായി തൊട്ടപ്പുറത്തെ ടേബിളിൽ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം അടക്കം ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഇത്തരത്തിലൊരു പരസ്യമായിട്ട് വെച്ചാണ് ഒരു രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അടവ് നയം നിലപാടുകൾ സ്വീകരിക്കുന്നത്. അപ്പോൾ എത്ര ബാലിശമായിട്ടുള്ള ആക്ഷേപമാണ് CPMനെ പോലെയുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടി. മാത്രമല്ല, എളമരം കരീം പറഞ്ഞത് നികേഷ് ഒന്ന് പരിശോധിച്ചാൽ അറിയാം. എളമരം കരീം ഞാൻ പാർലമെൻറ്റിൽ BJPക്കെതിരായി അതിശക്തമായി പ്രതികരിക്കേണ്ടുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം സൗഹൃദ വിരുന്നിൽ പങ്കെടുത്തു എന്നാണ് അദ്ദേഹം ആക്ഷേപിക്കുന്നത്. ഞാൻ സൗഹൃദ വിരുന്നിൽ അദ്ദേഹം വിളിച്ചതനുസരിച്ച് അദ്ദേഹത്തോടൊപ്പം പോയി അല്ലെങ്കിൽ അവിടെ പോയി ഭക്ഷണം കഴിച്ചു എന്നേ ഉള്ളൂ. പാർലമെൻറ്റിൽ BJP അവതരിപ്പിച്ച ധവളപത്രത്തിനെതിരായി അതിശക്തമായി പ്രതിപക്ഷം നിലപാട് സ്വീകരിച്ച് നിശ്ചിതമായ വിമർശനം ഉയർത്തുമ്പോൾ പാർലമെൻറ്റിൽ പങ്കെടുക്കേണ്ടുന്ന, രാജ്യസഭയിൽ പങ്കെടുക്കേണ്ടുന്ന എളമരം കരീം സംഘപരിവാർ സംഘടനയായിട്ടുള്ള BMSൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ് കോഴിക്കോട്. ആ BMSൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് കോഴിക്കോട് എനിക്കെതിരായി എളമരം കരീം പരാമർശം. നിങ്ങൾ ആ മാറുകയാണ്. ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ ഉത്തരവാദിത്വം എന്താ? BJP രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രമേയം കൊണ്ടുവരുന്നു, ധവളപത്രം കൊണ്ടുവരുന്നു. BJP വല്ലാതെ മതേതര ജനാധിപത്യ സഖ്യമായിട്ടുള്ള ഇന്ത്യ മുന്നണിയെ കടിച്ചു കീറുമ്പോൾ, പ്രത്യാക്രമിക്കുമ്പോൾ
പ്രതിരോധിക്കുകയും പ്രത്യാക്രമണത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യേണ്ടുന്ന CPM-ന്റെ പാർലമെന്ററി പാർട്ടി നേതാവ്, രാജ്യസഭയിലെ പാർലമെന്ററി പാർട്ടി നേതാവ് എളമരം കരീം, സംഘപരിവാർ സംഘടന, BJP സംഘപരിവാർ സംഘടനയല്ല. സംഘപരിവാർ സംഘടന എന്ന് പറയുന്നത് ബജ്രംഗ് ദളും അതുപോലെ തന്നെ BMS ഉൾപ്പെടെയുള്ള സംഘടനകളാണ്. ആ BMS-ന്റെ സംഘടനാ സമ്മേളനത്തിൽ BMS RSS നേതാക്കളോടൊപ്പം വേദി പങ്കിട്ട് അവിടെ പ്രസംഗിച്ചതിന് ശേഷമാണ് പാർലമെന്റിൽ ധവളപത്രത്തിനെതിരായി നിരാകരണ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് നഖശികാന്തം BJP എതിർത്ത് 10-20 മിനിറ്റ് നീണ്ടുന്ന പ്രസംഗം നടത്തി എന്നെക്കുറിച്ച് ആക്ഷേപിക്കുന്നത്. ഞാൻ പ്രസംഗിച്ചപ്പോൾ തന്നെ ഇടതടവില്ലാതെ ഭരണകക്ഷി ബെഞ്ചുകളിൽ നിന്ന് നിരന്തരം ആക്രമണമുണ്ടായി. എന്നോട് അവർ ചോദിച്ചു, നിങ്ങൾ LDF-ഉം UDF-ഉം എങ്ങനെ ഒരുമിക്കും? ഞാൻ പരസ്യമായി പറഞ്ഞു, LDF-ഉം UDF-ഉം ഞങ്ങൾ കേരളത്തിൽ ഭിന്നമായി മത്സരിക്കുന്നത് തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് BJP-യെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. വ്യക്തമാണ്, ആ കാര്യങ്ങൾ വ്യക്തമാണ് ശ്രീ NK പ്രേമചന്ദ്രൻ. പക്ഷേ നോക്കൂ, ഇടതു നേതാക്കൾ മാത്രമല്ല, ഇന്ന് INTUC-യുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ R ചന്ദ്രശേഖർ പറയുന്നത് ഇങ്ങനെയാണ്: പ്രേമചന്ദ്രന്റെ നിലപാട് UDF-ന്റെ താല്പര്യങ്ങൾക്കെതിരാണ്. BJP-യുടെ വർഗീയ രാഷ്ട്രീയം മൂർധന്യത്തിൽ നിൽക്കവെയാണ് NK പ്രേമചന്ദ്രൻ വിരുന്നിൽ പങ്കെടുത്തത്. അല്ല, അതിന് KPCC പ്രസിഡന്റും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ അംഗീകൃത രാഷ്ട്രീയ നേതൃത്വമാണ്. ശ്രീ VD സതീശൻ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും KPCC-യുടെ പ്രസിഡന്റ് ശ്രീ K സുധാകരനും ആ കാര്യത്തിൽ കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീ ചന്ദ്രശേഖരന് മറുപടി പറയാൻ ഞാൻ ആളല്ല. അതിന് കോൺഗ്രസ്സുകാർ തന്നെ മറുപടി പറയും. അവരതിന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ കാര്യത്തിൽ മറ്റൊരു തരത്തിലുള്ള സംശയത്തിനും ആശങ്കയ്ക്കും സ്ഥാനമില്ല. എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, കൃത്യമായ ഒരു പൊളിറ്റിക്കൽ കൾച്ചറുണ്ട്, ക്രെഡിബിലിറ്റി ഉണ്ട്, ഇൻറ്റഗ്രിറ്റി ഉണ്ട്. ആ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയും പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റിയും കളഞ്ഞ് ഏതെങ്കിലും അധികാര സ്ഥാനത്തിന് പിന്നാലെ പോകാനായിരുന്നു എന്നുണ്ടെങ്കിൽ എത്രയോ അവസരങ്ങൾ മുന്നിൽ വന്നു എന്ന് നികേഷിന് അറിയാമല്ലോ. നികേഷ് പാർലമെൻ്ററി നടപടിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാലഘട്ടത്തിൽ 1999 അന്ന് ഒരു സീറ്റിനാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പോകുന്നത്. അന്ന് 5 പാർലമെൻറ്റ് അംഗങ്ങളുണ്ട് RSPയെ സംബന്ധിച്ചിടത്തോളം. എന്തെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ ഏതെല്ലാം ഭാഗത്ത് നടന്നു എന്നൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. ശക്തമായ നിലപാട് എക്കാലവും മതേതര ജനാധിപത്യ മുന്നണി രാഷ്ട്രീയം, അതിനേക്കാൾ ഉപരിയായി ഇടതുപക്ഷ വർഗരാഷ്ട്രീയം, ജനപക്ഷ രാഷ്ട്രീയം, അതിനാണ് പ്രധാന പരിഗണന. അതോടൊപ്പം മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്ന പാരമ്പര്യമാണ്. Debate with MV Nikesh Kumar.